പ്രഭാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്രിസ്മസിന് വിളമ്പാൻ പറ്റിയൊരു പ്രത്യേക വിഭവമാണ് തിലാപ്പിയ ഇലയിൽ പൊള്ളിച്ചതാണ്. 3 തിലാപ്പിയയാണ് ഞാൻ വൃത്തിയാക്കി നന്നായി വെച്ചിരിക്കുന്നത്, വരഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 2 സവോള ഇതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞത്, ഇഞ്ചി 1 സ്പൂണ് വേണം, 1 സ്പൂണ് തന്നെ വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത്, 4 പച്ചമുളക് ഇതുപോലെ പിളർന്നത്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യമാണ്. പിന്നെ ഇതിനാവശ്യമായ പൊടികൾ മല്ലിപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കട്ടിയുള്ള തേങ്ങാപ്പാൽ, ശകലം കോൺഫ്ലവർ. അത് നമ്മുടെ ആവശ്യത്തിന് ചേർത്താൽ മതി. ഞാൻ എല്ലാം വിശദമായി പറയുന്നതാണ്. പിന്നെ ഇതിനാവശ്യമായ പ്രധാന ഘടകം കശുവണ്ടിയാണ്. കശുവണ്ടി ഒരു 10 എണ്ണം നമുക്ക് ചേർക്കാം, ഇത്രയും ഈ 3 എണ്ണം ചെയ്യുന്നതിന്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് 3-4 ബദാം കഴിക്കാമെങ്കിൽ അതും കൂടി ചേർത്താൽ കുറേ കൂടി ടേസ്റ്റ് ആയിരിക്കും. ബദാമും ഇതും കൂടി മിക്സ് ചെയ്ത് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു തക്കാളി ഇങ്ങനെ ചെറുതായി അരിയണം, കുറച്ച് വേപ്പില, ആവശ്യത്തിന് എണ്ണ, ഉപ്പ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിഷിനേക്ക് ആവശ്യമായ 3 തിലാപ്പിയ വറുത്തെടുക്കേണ്ടതുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് അതിന് 3നും പാകത്തിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇതുപോലെ ചെറിയ ടീസ്പൂണിനുള്ള കുരുമുളക് പൊടി, 1 സ്പൂൺ മതി. അതേ അളവ് തന്നെ പെരിഞ്ജീരകപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കുറച്ച് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനൊരു മയം കിട്ടാൻ കുഴയ്ക്കാൻ നമ്മൾ ഇത്തിരി എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ഈ മീൻ നന്നായിട്ട് ഇതിലിട്ട് നമ്മൾ പുരട്ടിയെടുക്കും. ഇതിങ്ങനെ 10 മിനിറ്റ് നമുക്ക് വയ്ക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്കുള്ള ഒരു മസാലക്കൂട്ടാണ് റെഡിയാക്കേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി മതി, 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി വേണം, അല്പം പെരിഞ്ജീരകപ്പൊടി. നമ്മൾ അതിന് പുരട്ടിയിട്ടുണ്ട്, എങ്കിലും ഗ്രേവിക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും കുറച്ചുകൂടി ചേർക്കും. ഇനി കുരുമുളക് പൊടിയും അത്രയും തന്നെ, അത് ഗ്രേവിയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. എരിവ് കൂട്ടേണ്ടവർക്ക് കൂട്ടിയിടാം, അണ്ടിപ്പരിപ്പ് കൂടിയിടും. ബദാം ഉണ്ടെങ്കിൽ ബദാമും ഇട്ട് കൊടുക്കാം. ഇത്രയും നമ്മളൊന്ന് അരച്ചെടുക്കും വെള്ളമൊഴിച്ച്. ഞാൻ പറഞ്ഞ അളവിലുള്ള എല്ലാ പൊടികളും ചേർത്ത് അണ്ടിപ്പരിപ്പും എല്ലാം ചേർത്ത് നമ്മളിപ്പോൾ അരച്ചെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഗ്രേവിക്കുള്ള സാധനങ്ങൾ. ഗ്രേവി തയ്യാറാക്കാനുള്ള പാൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ, പച്ചമുളക്, സവോള അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളി ഇവ കൊത്തി അരിഞ്ഞത് 1 സ്പൂണാണിത്. എല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കുക. ഇതിന് മാത്രം ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുക, മറ്റുള്ളതിനെല്ലാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇനി അവസാനം നമുക്ക് പോരെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിൽ വഴറ്റി ബ്രൗൺ ആകുന്നവരെ നമുക്ക് ഇളക്കേണ്ടതുണ്ട്. ഇതിങ്ങനെ കിടന്ന് മൂക്കണം. ആ സമയത്ത് നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന തിലാപ്പിയ വെച്ച് കൊടുക്കും. ഈ തിലാപ്പിയ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളൊരു 3 തണ്ട് വേപ്പില ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ടേസ്റ്റും ഉണ്ടാവും, ഇത് പിടിക്കാതിരിക്കും. ഒട്ടും പിടിക്കാതെ പൊടിയാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന തിലാപ്പിയ ഇങ്ങനെ കനം കൂടിയ ഭാഗം നടുഭാഗത്തായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും. കനമുള്ള ഭാഗം നടുക്ക് വരണം, അല്ലെങ്കിൽ അരിവ് ഭാഗം നന്നായിട്ട് മൂത്ത് പോകും. ഇങ്ങനെ അടുക്കി നമ്മൾ ഒരു ഹാഫായിട്ട് വറുത്തെടുക്കും. ഒരു ഹാഫ് ഫ്രൈ മതി. ഈ സവോളയും മറ്റുള്ള കൂട്ടുകളെല്ലാം ഒരുവിധം
ഹാഫ് ബ്രൗൺ ആയിട്ടുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മൊരിയണം. ഗ്രേവിക്ക് ആവശ്യമായ സവാള, തക്കാളി, എല്ലാ സാധനങ്ങളും ഒരു നന്നായി ബ്രൗണിഷ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മസാലകളെല്ലാം കൂടി അരച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇത് അരപ്പ് നന്നായിട്ട് ആ പച്ചചുവ മാറുന്നത് വരെ നമ്മൾ ഇളക്കണം. ഈ മീൻ 3 എണ്ണം നന്നായിട്ട് പൊതിഞ്ഞിരിക്കാനുള്ള ഗ്രേവിയാണ്. ഇതിലേക്ക് നമുക്ക് ഗ്രേവി കൂട്ടുന്നതിന് വേണ്ടിയാണ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത്. അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഒരു ഗ്രേവി കിട്ടുന്നുണ്ട്. ഗ്രേവി ഏതാണ്ട് നല്ല തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മീൻ വെന്ത് കിട്ടത്തക്ക ഇതിൽ വേണം നമ്മൾ തേങ്ങാപ്പാൽ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മീൻ നമ്മളിനി ഇലയിലോട്ടാണ് അടുക്കുന്നത്. അതിന് നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഗ്രേവി പകുതി ഒഴിച്ച് അതിനുശേഷം മീൻ അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഗ്രേവി അതിൻ്റെ പുറത്ത് വെച്ച് മറ്റൊരു ഇല കൊണ്ട് കമത്തി ആണ് നമ്മളത് പാകം ചെയ്തെടുക്കുന്നത്. ഈ ഗ്രേവി ഒന്ന് തിളച്ചാൽ മതി. റെഡിയായിട്ടുണ്ട്. തിലാപ്പിയ പകുതി നമ്മൾ വറുത്ത് ആക്കിയിട്ടുണ്ട്. 2 വശവും ഇതുപോലെ ഹാഫായിട്ട് മൊരിഞ്ഞാൽ മതി. എന്നിട്ട് നമ്മളിത് ആ ഗ്രേവിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ബാക്കി ഗ്രേവി നമ്മൾ അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് ഇല കൊണ്ട് കമത്തി ഒരു വെയിറ്റ് വെച്ചാണ് നമ്മളിതിനെ പാകം ചെയ്തെടുക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഇതിലേക്ക് നമ്മൾ വെറുതെ വാട്ടിയ ഒരു തൂഷണില ഇങ്ങനെ വെച്ച് കൊടുക്കും. ചെറിയ തീയിലിടണം, കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി പകുതി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പകുതി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കണം. എന്നിട്ട് ഇതിങ്ങനെ പരത്തി നന്നായിട്ട് ഈ 3 തിലോപ്പിയയും ഇരിക്കത്തക്ക ഇതിൽ നമ്മളത് വെച്ച് കൊടുക്കണം. അടിയിൽ ചെറിയ തീ മാത്രമേ പാടുള്ളൂ. അടുപ്പിലും ചെയ്തെടുക്കുക. ഇങ്ങനെ ഇതിലേക്ക് നമ്മൾ തിലോപ്പിയ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കും. വെച്ച് കൊടുത്ത് അതിൻ്റെ അത് വറുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ അതിനകത്തേക്ക് തന്നെ ഒഴിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മളൊന്ന് പതിയെ നനക്കി കൊടുക്കുക. ഇലയൊന്നും പൊട്ടാതെ വളരെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പകുതി ഗ്രേവി കൂടി നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് പൊതിഞ്ഞ് കൊടുക്കും. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 2 തണ്ട് വേപ്പില ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കും. വേറൊരു ഇല നമ്മൾ വാട്ടിയിട്ടുണ്ട്, അതുകൂടി നമ്മൾ ഇങ്ങോട്ട് വെച്ച് ഇതിൻ്റെ പുറത്തൊരു നല്ല വെയിറ്റുള്ള ചില്ല് പാത്രം വെച്ച് കമത്തി കൊടുക്കണം. തീ കൂടരുത്. നമ്മൾ അടിയിൽ വെള്ളമോ എണ്ണയോ ഒന്നും ഇലയുടെ അടിയിൽ ഒഴിച്ചിട്ടില്ല. ഇനി നമ്മൾ ഇതുപോലെ വെയിറ്റുള്ളൊരു പാത്രം ഇതിലേക്ക് വെച്ച് കൊടുത്ത് ഈ ഇലകളെല്ലാം ഇങ്ങനെ വെക്കും. ഒട്ടും തന്നെ ആവി പോകാത്ത രീതിയിലുള്ള അടപ്പാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം, എല്ലായിടത്തും തിളയൊക്കെ ഒരുപോലെ വരുന്നുണ്ടോ എന്ന്. ഇലയൊന്ന് നമ്മൾ കമത്തിയിരിക്കുന്ന ഇല നോക്കണം. നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഒന്ന് അനക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് പതിക്കാം. ഇനി നമ്മൾ വീണ്ടും അതുപോലെ തന്നെ നമ്മൾ മൂടി 5 മിനിറ്റ് കൂടി നമ്മൾ വെക്കണം. വെയിറ്റ് വെച്ച് ആവി പോകാത്ത രീതിയിൽ അടയ്ക്കണം. ഇച്ചിരി വലിയ ഫുള്ളായിട്ടുള്ള അടപ്പാണെങ്കിൽ ഏറ്റവും നല്ലത്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിലാപ്പിയ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മളിനി സർവിങ് ബൗളിലോട്ട് മാറ്റണം.
എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി, ആശംസകൾ.